എഡിറ്റേഴ്സ് അവറിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. രമേശ് ചെന്നിത്തലയെ പ്രതിപക്ഷ നേതാവായി പ്രഖ്യാപിച്ചു. തീരുമാനം ഏകകണ്ഠമെന്ന് ഉമ്മൻചാണ്ടി. പാർട്ടിയുടെ പ്രതാപം തിരിച്ചുപിടിക്കുമെന്ന് രമേശ്. പാർലമെന്ററി പാർട്ടി യോഗത്തിന് മുൻപ് ധാരണയുണ്ടാക്കിയതിൽ കെ മുരളീധരന് കടുത്ത അതൃപ്തി. അതിരപ്പള്ളി പദ്ധതിയെ ചൊല്ലി ഇടതുമുന്നണിയിൽ തർക്കം. പരിസ്ഥിതി സൗഹൃദമായി പദ്ധതി നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി. വിഷയം മുന്നണി ചർച്ച ചെയ്തു. ചർച്ച നടന്നിട്ടില്ലെന്ന് കാനം. ജനാഭിപ്രായം പരിഗണിച്ചേ മുന്നോട്ടു പോകൂവെന്ന് VS. മുല്ലപ്പെരിയാർ വിഷയത്തിൽ തമിഴ്നാടുമായി തുറന്ന ചർച്ച വേണമെന്ന് മുഖ്യമന്ത്രി. സർക്കാർ നിലപാട് തിരുത്തണമെന്ന് ഉമ്മൻചാണ്ടി. നിലപാട് മാറ്റം ദുരൂഹമെന്ന് സുധീരൻ. ദേവസ്വം നിയമനങ്ങൾക്ക് PSCക്ക് വിടുന്നതിനെ എതിർത്ത് BJP. കലാഭവൻ മണിയുടെ ശരീരത്തിൽ മീഥൈൽ ആൽക്കഹോളിന്റെ സാന്നിധ്യം സ്ഥിരീകരിച്ചു. ഹൈദരാബാദ് ലാബോറട്ടറിയുടെ റിപ്പോർട്ട് പോലീസിന് കൈമാറി. ആസൂത്രിത കൊലപാതകമെന്ന ആരോപണം ആവർത്തിച്ച് കലാഭവൻ മണിയുടെ കുടുംബം. IPL ഫൈനലിൽ ബാംഗ്ലൂരിനെതിരെ ഹൈദരാബാദ് മികച്ച സ്കോറിലേക്ക്. ബാറ്റിംഗ് വെടിക്കെട്ട് തീർത്ത് ഡേവിഡ് വാർണർ. പ്രതിപക്ഷ നേതാവായി രമേശ് ചെന്നിത്തലയെ തെരഞ്ഞെടുത്തു. MLA-മാരുടെ അഭിപ്രായം ആരാഞ്ഞ ശേഷമാണ് ഹൈക്കമാൻഡ് പ്രതിനിധികൾ രമേശ് ചെന്നിത്തലയെ പ്രതിപക്ഷ നേതാവായി തെരഞ്ഞെടുത്തത്. അതേസമയം പാർലമെന്ററി പാർട്ടി യോഗത്തിന് മുൻപ് പ്രതിപക്ഷ നേതാവിനെ നിശ്ചയിച്ചതിൽ കെ മുരളീധരൻ അതൃപ്തി അറിയിച്ചു. പ്രതിപക്ഷ നേതാവായി പുതുമുഖത്തെ കൊണ്ടുവരണമെന്ന അഭിപ്രായം ദീപക് ബാബ്രിയയും പങ്കുവച്ചു. പാർലമെന്ററി പാർട്ടി യോഗത്തിന് മുൻപ് ഹൈക്കമാൻഡ് പ്രതിനിധികളായ ദീപക് ബാബ്രിയ, മുകുൾ വാസ്നിക്, ഷീല ദീക്ഷിത് എന്നിവർ 22 MLA-മാരുമായും പ്രത്യേകം ചർച്ച നടത്തി. ഭൂരിഭാഗം MLA-മാരും പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് രമേശ് ചെന്നിത്തലയുടെ പേര് നിർദ്ദേശിച്ചു. ഉച്ചയ്ക്ക് ശേഷം ചേർന്ന പാർലമെന്ററി പാർട്ടി യോഗം പ്രതിപക്ഷ നേതാവായി രമേശ് ചെന്നിത്തലയെ തിരഞ്ഞെടുത്തു. ഐകകണ്ഠനെയാണ് പ്രതിപക്ഷ നേതാവിനെ തിരഞ്ഞെടുത്തതെന്ന് ഉമ്മൻചാണ്ടി പറഞ്ഞു. കോൺഗ്രസിന്റെ നഷ്ടപ്പെട്ട പ്രതാപം തിരിച്ചു കൊണ്ടുവരുമെന്ന് പ്രതിപക്ഷ നേതാവായി തിരഞ്ഞെടുക്കപ്പെട്ട ശേഷം രമേശ് ചെന്നിത്തല പറഞ്ഞു. ഇത് ഒരു വലിയ ഭാരിച്ച ഉത്തരവാദിത്വമാണ്. കേന്ദ്രത്തിലും കേരളത്തിലും കോൺഗ്രസിന് ഭരണമില്ലാത്ത ഒരു കാലഘട്ടത്തിൽ ഈ പ്രതിപക്ഷ നേതാവ് സ്ഥാനം ഏറ്റെടുക്കുന്നത് എല്ലാ വെല്ലുവിളികളെയും നേരിടാനുള്ള ആത്മവിശ്വാസത്തോടെ തന്നെയാണ്. ആ ആത്മവിശ്വാസം എന്ന് പറയുന്നത് കേരളത്തിലെ ലക്ഷോപലക്ഷം വരുന്ന കോൺഗ്രസ് പ്രവർത്തകന്മാരുടെയും UDF പ്രവർത്തകന്മാരുടെയും പിന്തുണ ഉണ്ടാകും എന്നുള്ള വിശ്വാസത്തിൽ തന്നെയാണ്. അതേസമയം പാർലമെന്ററി പാർട്ടി യോഗത്തിന് മുൻപ് പ്രതിപക്ഷ നേതാവിന്റെ പേര് പരസ്യപ്പെടുത്തിയതിൽ കെ മുരളീധരൻ അതൃപ്തി രേഖപ്പെടുത്തി. ഇക്കാര്യം രേഖാമൂലം അദ്ദേഹം KPC അധ്യക്ഷനെയും അറിയിച്ചു. പാർലമെന്ററി പാർട്ടി യോഗത്തിൽ നിന്ന് ബോധപൂർവം വിട്ടുനിന്ന കെ മുരളീധരനെ KPC അധ്യക്ഷൻ വിളിച്ചു വരുത്തി. പ്രതിപക്ഷ നേതാവായി പുതുമുഖത്തെ പരിഗണിക്കണമെന്ന അഭിപ്രായം ദീപക് ബാബ്രിയും സംസ്ഥാന നേതാക്കളോട് പങ്കുവച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ശക്തമായ തിരിച്ചടി നേരിട്ട സാഹചര്യത്തിൽ മറ്റൊരു പേര് നിർദ്ദേശിക്കേണ്ടെന്ന നിലപാടിലായിരുന്നു നേരത്തെ തന്നെ കേന്ദ്ര നേതൃത്വം. UDF-ന്റെ ജോയിന്റ് പാർലമെന്ററി പാർട്ടി ഉപനേതാവായി PK കുഞ്ഞാലിക്കുട്ടിയെ തിരഞ്ഞെടുത്തു. സ്വാഭാവികമായും അദ്ദേഹം പ്രതിപക്ഷ ഉപനേതാവാകും. കോൺഗ്രസിന്റെ നിയമസഭാ കക്ഷി ഉപനേതാവിനെ പിന്നീട് തീരുമാനിക്കും. റിപ്പോർട്ടർ, തിരുവനന്തപുരം. മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ ജേക്കബ് ജോർജ്, ജോസഫ് വാഴക്കൻ, ശ്രീ ജ്യോതികുമാർ ചാമക്കാല KPCC സെക്രട്ടറി, ശ്രീ ജോണി നെല്ലൂർ, ശ്രീ VV രാജേഷ് തുടങ്ങിയവരാണ് ചർച്ചയിൽ പങ്കെടുക്കുക. ആദ്യം ശ്രീ ജ്യോതികുമാർ, ഉമ്മൻചാണ്ടി ഒരു ഇന്ദ്രജാലക്കാരൻ്റെ കൗശലത്തോടുകൂടി ആയിരുന്നു കഴിഞ്ഞ 12 വർഷം പാർലമെന്ററി പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോയത്. UDF-ന്റെ സംയുക്ത പാർലമെന്ററി പാർട്ടിയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. ശരിയാണ്, MLA-മാരുടെ ഏതെങ്കിലും തരത്തിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ചാഞ്ചാട്ടമൊന്നും പ്രസക്തമല്ലാത്ത നിയമസഭയാണ്. എങ്കിലും എല്ലാവരെയും സമഭാവനയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ UDF-നെ ഒന്നാകെ തൻ്റെ പിന്നിൽ അണിനിരത്താൻ രമേശ് ചെന്നിത്തലയ്ക്ക് കഴിയുമോ? എല്ലാ ഘടകകക്ഷികൾക്കും സർവ്വസ്വീകാര്യനാണോ അദ്ദേഹം? തീർച്ചയായിട്ടും. ഇത് കേരളത്തിൽ കഴിഞ്ഞ 2004 മുതൽ ശ്രീ ഉമ്മൻചാണ്ടിയാണ് കോൺഗ്രസിൻ്റെ പാർലമെന്ററി പാർട്ടി നേതാവ്. ഇപ്പോൾ അദ്ദേഹം തന്നെ എടുത്ത ഒരു തീരുമാനമാണ് അദ്ദേഹം പ്രതിപക്ഷ നേതാവായി തുടരുന്നില്ല, കോൺഗ്രസിൻ്റെ പാർലമെന്ററി പാർട്ടി ഭാരവാഹിയാകുന്നില്ല, നേതാവാകുന്നില്ല എന്ന്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സ്വാഭാവികമായ അടുത്ത ഓപ്ഷൻ എന്ന നിലയിലാണ് ശ്രീ VM സുധീരനുണ്ട്. അദ്ദേഹം MLA കൂടി അല്ലാത്തതുകൊണ്ടും KPC പ്രസിഡന്റാണ്, അദ്ദേഹം MLA അല്ല. അപ്പോൾ സ്വാഭാവികമായും അവരിൽ അടുത്ത സീനിയർ എന്ന നിലയിൽ സ്വാഭാവികമായ ഒരു ചേഞ്ച് അതാണ് ശ്രീ രമേശ് ചെന്നിത്തലയിലേക്ക് വന്നിരിക്കുന്നത്. അതുതന്നെ വളരെ വ്യവസ്ഥാപിതമായ മാർഗത്തിൽ ജനാധിപത്യപരമായ രീതിയിൽ തന്നെയാണ് തെരഞ്ഞെടുപ്പ് നടന്നിരിക്കുന്നത്. അദ്ദേഹത്തിന് മുഴുവൻ ഘടകകക്ഷി വളരെ സീനിയറായ നേതാവാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖലകൾ ഡൽഹിയിലും കേന്ദ്രത്തിലും ഒരുപോലെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അദ്ദേഹം യൂത്ത് കോൺഗ്രസിലൂടെ KSUവിലൂടെ വന്ന് യൂത്ത് കോൺഗ്രസിൻ്റെയും KSUവിൻ്റെ അഖിലേന്ത്യാ ഭാരവാഹിയായി, AICC സെക്രട്ടറിയായി, വർക്കിംഗ് കമ്മിറ്റി അംഗമായി, നിരവധി തവണ MP ആയി,
കേരളത്തിൽ വളരെ ചെറുപ്പത്തിൽ മന്ത്രിയായി, നിരവധി തവണ MLA ആയി, ഇപ്പോൾ ആഭ്യന്തരമന്ത്രിയായി, KPC പ്രസിഡൻ്റായിരുന്ന ആളാണ്. എല്ലാ അർത്ഥത്തിലും സർവാത്മന അദ്ദേഹം യോഗ്യനാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ പാർലമെൻ്ററി പാർട്ടി ലീഡറായി തിരഞ്ഞെടുത്തത്. അതിന് എല്ലാ MLA മാരുടെ അഭിപ്രായം ഹൈക്കമാൻഡിൻ്റെ പ്രതിനിധികൾ ആരായുകയും അവരുടെ ഒറ്റ സ്വരത്തിലുള്ള അഭിപ്രായത്തെ മാനിച്ചാണ് ഇന്ന് അദ്ദേഹത്തെ പ്രതിപക്ഷ നേതാവായി കോൺഗ്രസിന്റെ കോൺഗ്രസിന്റെ ഭാഷ്യം. ശ്രീ ജോണി നെല്ലൂർ ഒരു വ്യാഴവട്ടക്കാലം ഉമ്മൻചാണ്ടി ആയിരുന്നു UDFന്റെ നേതാവ്. അതിനു മുൻപേ K ആന്റണി, അതിനു മുൻപ് K കരുണാകരൻ, ആ നിരയ്ക്ക് ഒടുവിൽ ഇതാ ഇപ്പോൾ രമേശ് ചെന്നിത്തലയും. ഉമ്മൻചാണ്ടി നയിച്ചത് മാതിരി രമേശ് ചെന്നിത്തലയ്ക്കും അതേ ശക്തിയോടുകൂടി എല്ലാവരെയും കോർത്തിണക്കി UDFനെ നയിക്കാൻ കഴിയും എന്ന് തോന്നുന്നുണ്ടോ താങ്കൾക്ക്? അല്ല, ഇപ്പോൾ രമേശ് ചെന്നിത്തലയുടെ കഴിഞ്ഞകാല പ്രവർത്തനങ്ങൾ നമ്മളൊന്ന് വിലയിരുത്തുമ്പോൾ വളരെ വ്യക്തമായി നമുക്ക് കാണാൻ കഴിയുന്ന ഒരു ചിത്രമുണ്ട്. അദ്ദേഹം വഹിച്ച സ്ഥാനങ്ങളിലൊക്കെ വളരെ നന്നായി ശോഭിച്ച ഒരു ജനനേതാവ് അദ്ദേഹം KPCCയുടെ പ്രസിഡന്റായി 8-9 വർഷക്കാലം ഇരുന്നു. ആ കാലയളവിലൊക്കെ തന്നെ കോൺഗ്രസ് പാർട്ടിയെ അല്ലെങ്കിൽ UDFനെ വീണ്ടും അധികാരത്തിൽ കൊണ്ടുവരുവാൻ വേണ്ടിയുള്ള ശ്രമമായിരുന്നു നടത്തിയത്. അവിടെ എല്ലാ അദ്ദേഹത്തിന് വിജയിക്കാൻ കഴിഞ്ഞു. ഇപ്പം പ്രതിപക്ഷ നേതൃസ്ഥാനം അദ്ദേഹം ഏറ്റെടുക്കുമ്പോൾ അദ്ദേഹം മാത്രമല്ലല്ലോ പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ. പ്രതിപക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഒരു നീണ്ട നിരയുണ്ട്. പ്രതിപക്ഷത്തുള്ള MLA മാർ, കോൺഗ്രസ് പാർട്ടിയിലെ തന്നെ എത്രയോ കരുത്തന്മാരായ MLA മാർ അദ്ദേഹത്തിന് പിന്തുണയുമായി, അദ്ദേഹത്തിന് സഹായത്തിനായി ഉണ്ട്. ഘടകകക്ഷികളിൽ മുസ്ലിം ലീഗിലും കേരള കോൺഗ്രസിലുമൊക്കെ വളരെ സമർത്ഥന്മാരായ MLA മാരുണ്ട്. അങ്ങനെ കൂട്ടായ ഒരു നേതൃനിരയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ശ്രീ രമേശ് ചെന്നിത്തല വരുമ്പോൾ അദ്ദേഹത്തിന് വളരെ നന്നായി വിജയിക്കാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും എനിക്കില്ല. അദ്ദേഹം എല്ലാവരെയും ഒരുമിപ്പിച്ച് നല്ല നിലയിൽ മുന്നോട്ട് പോകാൻ അദ്ദേഹത്തിന് സാധിക്കും എന്ന് തന്നെയാണ് എൻ്റെ ഉറച്ച വിശ്വാസം. റൈറ്റ്, അതാണ് ശ്രീ VV രാജേഷ് BJP നേതാവ് കൂടി ചർച്ചയിൽ. ശ്രീ VV രാജേഷ്, ദക്ഷിണ കേരളത്തിൽ BJPക്ക് 20,000-ൽ താഴെ വോട്ട് കിട്ടിയ അപൂർവ മണ്ഡലങ്ങളെ ഉള്ളൂ. അതിൽ തന്നെ ഏറ്റവും കുറഞ്ഞ വോട്ട് കിട്ടിയ മണ്ഡലം രമേശ് ചെന്നിത്തല മത്സരിച്ച ഹരിപ്പാടാണ്. ഞാൻ പറയുന്നത് BJPക്ക് വോട്ട് ചെയ്യാൻ തോന്നുന്ന ആളുകൾക്ക് കൂടി സ്വീകാര്യനായ ആളാണ് രമേശ് ചെന്നിത്തല. അപ്പോൾ അത്രയും സ്വീകാര്യതയുള്ള രമേശ് ചെന്നിത്തല കോൺഗ്രസിൻ്റെ പാർലമെൻ്ററി പാർട്ടി ലീഡറും സംസ്ഥാനത്തിൻ്റെ പ്രതിപക്ഷ നേതാവും ആയി വരുന്നതിനെ എങ്ങനെയാണ് താങ്കളെപ്പോലെയുള്ള ആളുകൾ കാണുന്നത്? കോൺഗ്രസിൽ നിന്ന് ഒഴിഞ്ഞുപോയ വോട്ടർമാരെ കൂടി തിരിച്ചു കൊണ്ടുവരാൻ കഴിയുന്ന നേതൃപാടവം രമേശ് ചെന്നിത്തലയ്ക്കുണ്ടോ? നിങ്ങൾ പേടിക്കുന്നുണ്ടോ രമേശ് ചെന്നിത്തലയെ? അല്ല അഭിലാഷ്, ചർച്ച എങ്ങോട്ടാണ് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത് എനിക്കിപ്പോൾ തന്നെ മനസ്സിലായി. എന്തായാലും ഈ രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവായി വരുന്നു എന്നുള്ളത് ഞങ്ങളുടെ കണ്ണിൽ അതൊരു സാങ്കേതികമായ പ്രശ്നം മാത്രമാണ്. കാരണം എണ്ണ കൂടുതൽ കോൺഗ്രസ് ആണ്, അതുകൊണ്ട് പ്രതിപക്ഷ നേതാവായി ശ്രീ രമേശ് ചെന്നിത്തല വരുന്നു. കോൺഗ്രസിൻ്റെ ആഭ്യന്തര കാര്യമാണ് ആരെ തിരഞ്ഞെടുക്കണമെന്ന്. മറ്റൊന്ന്, ഇന്നത്തെ നമ്പർ ഗെയിമിൻ്റെ സാഹചര്യത്തിൽ കോൺഗ്രസിന് ഇത് മാത്രമേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. കഴിഞ്ഞ തവണ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയാകണോ വേണ്ടയോ എന്നൊരു ചർച്ച വന്നപ്പോഴേക്കും ഉമ്മൻചാണ്ടി ബുദ്ധിപൂർവ്വം A ഗ്രൂപ്പിൻ്റെ MLA-മാരെ വിളിച്ചുകൂട്ടുകയും അതിൽ ഭൂരിപക്ഷം അദ്ദേഹത്തിന് തെളിയിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ ഇന്ന് നേരെ തിരിച്ചു വന്നിരിക്കുന്നു. ഞാൻ അതിൽ അപ്പുറം അക്കാര്യത്തിൽ ഞാൻ പരാമർശിക്കുന്നില്ല. ഇവിടെ ജനങ്ങളുടെ മധ്യത്തിൽ പ്രതിപക്ഷ നേതാവാകാൻ പോകുന്ന O രാജഗോപാലാണ്. കാരണം 3 ദേശീയ പാർട്ടികൾ പ്രതിനിധീകരിക്കുന്ന 3 മുന്നണികളാണ് ഇപ്പോൾ കേരള നിയമസഭയിലുള്ളത്. CPM പ്രതിനിധീകരിക്കുന്ന LDF, കോൺഗ്രസ് UDFനെ പ്രതിനിധീകരിക്കുന്നു, BJP പ്രതിനിധീകരിക്കുന്ന ദേശീയ ജനാധിപത്യ സഖ്യം. ഇതിൽ CPM-ഉം കോൺഗ്രസും ഇന്ത്യയിൽ കേരളം ഒഴികെ മറ്റ് എല്ലാ സംസ്ഥാനങ്ങളിലും ഒരേ കുടക്കീഴിൽ പ്രവർത്തിക്കുമ്പോൾ, പശ്ചിമ ബംഗാളിൽ അവർ ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ അവരെ ഒരു മുന്നണിയുടെ ഭാഗമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. ശ്രീ പിണറായി വിജയന്റെയും ശ്രീ രമേശ് ചെന്നിത്തലയുടെയും ശബ്ദം ഒന്നായിട്ടാണ് കേരള ജനത കാണുന്നത്. ഇവിടെ വേറിട്ട ശബ്ദം ശ്രീ O രാജഗോപാലിൻ്റെതാണ്. അങ്ങനെ ജനങ്ങളുടെ ശബ്ദമായി പ്രതിപക്ഷ നേതാവായി പ്രതികരിക്കാൻ പോകുന്ന ശ്രീ O രാജഗോപാലായിരിക്കും. താങ്കൾ നോക്കിക്കൊള്ളൂ, 2-ാം തീയതി നിയമസഭ ആരംഭിച്ചാൽ എല്ലാ വിഷയങ്ങളിലും ഒരു പരിധി കഴിയുമ്പോഴേക്കും ഈ 2 മുന്നണികളും ഒത്തുതീർപ്പിലെത്തും. രമേശ് ചെന്നിത്തല പ്രതിപക്ഷ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്നപ്പോഴേക്കും പല കേസുകളിലും ഡീറ്റെയിൽ ഇൻവെസ്റ്റിഗേഷൻ നടത്താത്തത് കൊണ്ടാണ് LDF-ലെ പല നേതാക്കന്മാരും മുഖ്യമന്ത്രിയും മന്ത്രിമാരും MLA-മാരും ഒക്കെ ഇന്നിരിക്കുന്നത്. അതിൻ്റെ ഒരു പ്രത്യുപകാരം LDF-ന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും. അതിനെ ചോദ്യം ചെയ്യാൻ, ജനങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കാൻ വേണ്ടി O രാജഗോപാൽ നിയമസഭയിൽ അതാണ് BJPയുടെ അവകാശവാദം. നമുക്ക് കാത്തിരിക്കാമല്ലോ. 2-ാം തീയതി സത്യപ്രതിജ്ഞ, അത് കഴിഞ്ഞ് നിയമസഭ ചേരുകയല്ലേ. നമുക്ക് നോക്കാം. ശ്രീ VV രാജേഷ്, ശ്രീ ജോസഫ് വാഴക്കൻ ടെലിഫോണിൽ. ശ്രീ ജോസഫ് വാഴക്കൻ, 12 വർഷങ്ങൾക്ക് ശേഷം കോൺഗ്രസിൻ്റെ പാർലമെൻ്ററി പാർട്ടി നേതൃസ്ഥാനത്തിന് ഒരു മാറ്റം ഉണ്ടാവുകയാണ്. ഉമ്മൻചാണ്ടിയെ മാറ്റി, അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിക്ക് പകരക്കാരനായി രമേശ് ചെന്നിത്തല വരുന്നു. അത്
ഒരു നേതാവ് മാറുന്നു എന്ന സാങ്കേതികത്വത്തിനാൽ അപ്പുറമായുള്ള എന്തെങ്കിലും ആത്മവിശ്വാസം, പോസിറ്റീവായ എന്തെങ്കിലും ഘടകം കോൺഗ്രസിനോ UDF-നോ നൽകുന്നുണ്ടോ? ഉമ്മൻചാണ്ടിയെ മാറ്റി എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ഉമ്മൻചാണ്ടി സ്വയം മാറി, അതാണ് പറയുന്നത് ശരി. കാരണം അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്നു, കേരളത്തിന്റെ 2 തവണ മുഖ്യമന്ത്രിയായിരുന്നു. അദ്ദേഹം പറഞ്ഞു, സ്വമേധയാ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇത്തവണ ഇനിയും പ്രതിപക്ഷ നേതാവായിട്ട് ഇരിക്കുന്നില്ല, പുതിയ ആള് വരണം, പുതിയ ഫേസ് വരണം എന്നുള്ള ഉമ്മൻചാണ്ടിയുടെ നിർദ്ദേശം പാർട്ടി അംഗീകരിച്ചു. ഇന്ന് യുനാനിമസ് ആയിട്ട് എന്ന് പറയാം, ഇന്ന് ശ്രീ രമേശ് ചെന്നിത്തലയെ കേരളത്തിലെ കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി ലീഡറായിട്ട് തെരഞ്ഞെടുത്തു. അദ്ദേഹം നിയമസഭയിലെ ഏറ്റവും പ്രതിപക്ഷത്തുള്ള ഏറ്റവും വലിയ ഒറ്റക്കക്ഷി എന്നുള്ള നിലയിൽ അദ്ദേഹം പ്രതിപക്ഷ നേതാവുമാകും. ഇതാണിപ്പോ നാളെ സംഭവിക്കുന്നത്. നേരത്തെ ഇവിടെ BJP-യുടെ നേതാവ് പറഞ്ഞതുപോലെ ശ്രീ O. രാജഗോപാലിന്റെ വിജയം കേരളത്തിലെ BJP-യുടെ വിജയമായിട്ട് ഞങ്ങൾ കൂട്ടുന്നില്ല. 50 തവണ മത്സരിച്ചിട്ടുള്ള പ്രിയപ്പെട്ട രാജേട്ടന് ഒരു തവണ ഒരു MLA ആകാൻ കേരള ജനത അവസരം കൊടുത്തു. അതിപ്പം BC ജോർജും ജയിച്ചിട്ടുണ്ട്, പല ആളുകളും ജയിച്ചിട്ടുണ്ട്. അത് വേറൊരു BJP നേതാവിനും കഴിഞ്ഞിട്ടില്ലല്ലോ, അദ്ദേഹത്തിന് മാത്രമല്ലേ കഴിഞ്ഞിട്ടുള്ളൂ. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്തെ പല സീറ്റുകളിലും അതിനുശേഷം നടന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലൊക്കെ BJP-ക്ക് വളരെ കുറെ വോട്ട് കിട്ടിയതാണ്. പക്ഷെ ഈ അസംബ്ലി തെരഞ്ഞെടുപ്പ് വന്നപ്പം കേരള ജനത അവരെ വിജയിപ്പിച്ചില്ല അവിടെ ഒന്നും. അല്ല, അത് നിൽക്കട്ടെ. ശ്രീ ജോസഫ് വാഴക്കൻ, ഇവിടെ രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവാകുന്നു. സൂചിപ്പിക്കപ്പെട്ടതുപോലെ അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നവരാണ് പാർലമെന്ററി പാർട്ടിയിൽ ഇനി ഒരു തെരഞ്ഞെടുപ്പ് നടന്നിരുന്നുവെങ്കിൽ കൂടുതൽ എന്ന ഘടകം കൊണ്ടാണോ ഉമ്മൻചാണ്ടി ഞാനില്ല ആ സ്ഥാനത്തേക്ക് എന്ന് തീരുമാനിക്കുന്നത്? ഒരിക്കലും അല്ല. അത് തീർച്ചയായിട്ടും ഉമ്മൻചാണ്ടി എടുത്ത, കാരണം അദ്ദേഹം പുതിയ ഫേസുകൾ വരണം എന്നുള്ള നിലയിൽ ഉമ്മൻചാണ്ടി എടുത്തിട്ടുള്ള ഒരു തീരുമാനം തന്നെയാണ്. അപ്പൊ ഉമ്മൻചാണ്ടി കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവാകണം എന്നുള്ള നിലയിൽ ഒരു നടപടി ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞങ്ങൾ എല്ലാവരും സമ്മതിക്കുമായിരുന്നു. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കോൺഗ്രസിന് കുറെ ആഘാതം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ അകത്തു നിന്ന് ഞങ്ങൾ ചില പാഠങ്ങൾ പഠിച്ചേ മതിയാവൂ. ആ ഒരു തീരുമാനം, ഉറച്ച തീരുമാനത്തോടു കൂടിയാണ് കേരളത്തിലെ ഓരോ കോൺഗ്രസ് നേതാക്കളും മുന്നോട്ട് പോകുന്നത്. ഇനി പല കമ്പാർട്ട്മെന്റുകളായി നിന്നുകൊണ്ടുള്ള പഴയ കാലത്തേതുപോലെയുള്ള പ്രവർത്തനങ്ങളൊക്കെ കോൺഗ്രസ് പാർട്ടിയിൽ പരമാവധി അവസാനിപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ് എല്ലാവരും. ഒറ്റ മനസ്സോടെ, പ്രത്യേകിച്ച് BJP കേരള ജനതയെ സാമുദായികമായി വേർതിരിക്കാനും ഇവിടെ കമ്മ്യൂണലായിട്ടുള്ള പോളറൈസേഷനും ശ്രമിക്കുമ്പോൾ അതിനെ ചെറുത്ത് തോൽപ്പിക്കാൻ കഴിയുന്നത് കോൺഗ്രസിന് മാത്രമാണ്, കോൺഗ്രസിന് സെക്യുലർ ഫേസിനാണ്.